പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടർ ബീനാമ മാത്യു, ബീന ടീച്ചർ. കഥയുടെ ഇന്ദ്രജാലത്തിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ അധ്യായം എൻ്റെ ഗ്രാമമായ വയലാറിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചായിരുന്നു. ഈ അധ്യായം അക്ഷരം പഠിച്ച ആശാട്ടിയുടെ കുടിപ്പള്ളിക്കൂടത്തെക്കുറിച്ചാണ്. അമ്മ വീടായ തലയോലപ്പറമ്പിൽ നിന്നും 4 വയസ്സുള്ളപ്പോഴാണ് എന്നെ വയലാറിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അത് ആശാട്ടിയുടെ പള്ളിക്കൂടത്തിൽ അക്ഷരം പഠിപ്പിക്കുവാൻ ചേർക്കുന്നതിനായിരുന്നു. അന്നൊക്കെ നാട്ടിൻ പുറത്ത് അക്ഷരം പഠിപ്പിക്കുന്നതിന് എഴുത്ത് പള്ളിക്കൂടങ്ങളുണ്ടായിരുന്നു. ഇതിനെ ആശാൻ കളരി എന്നും പറയാറുണ്ട്. ഒളതലയിൽ 2 എഴുത്ത് പള്ളിക്കൂടങ്ങളാണ് ഉണ്ടായിരുന്നത്. മാധവനാശാൻ്റെ ആശാൻ കളരിയും ജാനകി ആശാട്ടിയുടെ ആശാൻ കളരിയും. ആശാട്ടിയാണ് പഠിപ്പിച്ചിരുന്നതെങ്കിലും ഞങ്ങൾ അതിനെ ആശാട്ടി കളരി എന്ന് വിളിച്ചിരുന്നില്ല. ആശാൻ കളരിയിൽ ആൺകുട്ടികളും ആശാട്ടിയുടെ കളരിയിൽ പെൺകുട്ടികളുമാണ് പഠിച്ചിരുന്നത്. ജാനകി ആശാട്ടി തപസ്സിനിയെ പോലെ ആയിരുന്നു. വെളുത്ത മുണ്ടും ബ്ലൗസും ഇട്ട് നെറ്റിയിൽ ഭസ്മക്കുറി അണിഞ്ഞ് ചുരുണ്ട മുടിയുള്ള, എപ്പോഴും പുഞ്ചിരിച്ച് ഞങ്ങളെയൊക്കെ എത്ര വാത്സല്യത്തോടു കൂടിയായിരുന്നു ആശാട്ടി പഠിപ്പിച്ചിരുന്നത്. അപ്പച്ചൻ എന്ന് ഞാൻ വിളിക്കുന്ന അപ്പൂപ്പൻ്റെ കൈപിടിച്ചാണ് ആശാട്ടിയുടെ പള്ളിക്കൂടത്തിലെത്തിയത്. ആശാട്ടിയുടെ മടിയിലിരുന്ന് ഓട്ടുപാത്രത്തിലെ അരിയിൽ ഹരിശ്രീ എഴുതിയാണ് വിദ്യാരംഭം കുറിച്ചത്. അക്ഷരങ്ങളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചത് എൻ്റെ ഇച്ചാച്ചനും അമ്മച്ചിയും അപ്പച്ചനുമായിരുന്നു. എന്നാൽ ആശാട്ടി എന്നിൽ പകർന്നു തന്ന അക്ഷര വെളിച്ചം അനശ്വരം തന്നെയാണ്. അക്ഷരം എന്ന വാക്കിനർത്ഥം നശിക്കാത്തത്, അനശ്വരം എന്നൊക്കെയാണ്. ക്ഷരം എന്നാൽ നശിക്കുന്നത്, അക്ഷരം എന്നാൽ നശിക്കാത്തത്. വീട്ടിൽ നിന്ന് ആശാട്ടിയുടെ പള്ളിക്കൂടത്തിലേക്ക് നടവഴിയിലൂടെയാണ് പോയിരുന്നത്. ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു. എന്നാൽ കാവിൽ പള്ളിയിലേക്കും കാവിൽ പള്ളിക്കൂടത്തിലേക്കും 1 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ടായിരുന്നു. അവിടേക്ക് പോകുന്ന വഴിയിൽ 3 കാവുകൾ അഥവാ കാടുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ കാവ് പെരിങ്ങോട്ടെ കാവും, 2ാമത്തേത് ഇടത്തിലെ കാവും, 3ാമത്തേത് പോളച്ചിറയിലെ കാവുമായിരുന്നു. ഞങ്ങൾ പൊതുവെ കാടുകൾ എന്നാണ് അന്നൊക്കെ പറഞ്ഞിരുന്നത്. ഈ കാവുകളിലെല്ലാം തന്നെ വിളക്ക് തെളിക്കലും പൂജകളും നടത്തിയിരുന്നു. ആദ്യത്തെ കാട്, അതായത് പെരിങ്ങോട്ടെ കാട് കഴിഞ്ഞ് ഇടത്തിലെ കാടിനടുത്താണ് ആശാട്ടിയുടെ പള്ളിക്കൂടം. ഓലമേഞ്ഞ കൊച്ചുപുരയായിരുന്നു ആശാട്ടിയുടെ പള്ളിക്കൂടം. പഞ്ചസാര മണ്ണായിരുന്നു തറ. മെടഞ്ഞ ഓലയിലാണ് കുട്ടികൾ ഞങ്ങൾ ഇരുന്നിരുന്നത്. ഒരോലയിൽ 3 പേരൊക്കെ ഒരുമിച്ചിരിക്കും. ചതുരത്തിലിരിക്കുന്ന ഞങ്ങളുടെ നടുവിലാണ് ഒരു ഉയർന്ന പീഠത്തിൽ, അതായത് സ്റ്റൂളൊന്നും അന്നില്ല, ആശാട്ടി ഇരുന്നിരുന്നത്. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുന്നിലെ തറയിലാണ് മണ്ണിൽ അക്ഷരങ്ങൾ എഴുതി പഠിച്ചിരുന്നത്. അക്ഷരമാലകളും പ്രാഥമിക ഗണിതങ്ങളും ആശാട്ടി പഠിപ്പിച്ചു. ഹരിശ്രീ എഴുതി അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ആശാട്ടിക്ക് ബോധ്യപ്പെടുമ്പോൾ എഴുത്തോലയിൽ നാരായം കൊണ്ട് അക്ഷരങ്ങൾ എഴുതി തരികയും അത് നമ്മളെ പരിശീലിപ്പിക്കുകയും ചെയ്യും. വിജയകരമായി അക്ഷര പഠനം പൂർത്തിയാക്കുമ്പോൾ വായനപ്പഴുത് എന്നൊരു ചടങ്ങുണ്ട്. വായനപ്പഴുത് കുട്ടികൾക്ക് സന്തോഷം തരുന്ന ചടങ്ങാണ്. മുതിർന്ന കുട്ടികളുടെ വായനപ്പഴുതുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. അന്ന് അവലും മലരും ശർക്കരയും പഴവും ഒക്കെ ഉണ്ടാകും. അക്ഷരപഠനം പൂർത്തിയാക്കി വായനപ്പഴുത് നടത്താത്ത കുട്ടികളും ഉണ്ടായിരുന്നു. അവർ പിന്നെയും കുറച്ച് നാൾ കൂടി പഠിക്കണമായിരുന്നു. അപ്പച്ചൻ്റെ കൂടെയാണ് ആശാട്ടിയുടെ പള്ളിക്കൂടത്തിലെത്തിയതെന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് ഓട്ടുകിണ്ണത്തിൽ അരിയിലാണ് എന്നെ ഹരിശ്രീ എഴുതിച്ചത്. എൻ്റെ വായനപ്പഴുതിനും അപ്പച്ചനാണ് വന്നിരുന്നത്. ഒരു സഞ്ചി നിറയെ അവലും മലരും ശർക്കരയും പഴവും ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെടുത്ത് ആശാട്ടി നിവേദ്യമായി വയ്ക്കും. നിവേദ്യം സമർപ്പിക്കുന്നത് അക്ഷരദേവതയായ സരസ്വതി ദേവിക്കാണ്.
ഓട്ടുകിണ്ണത്തിൽ കുറച്ച് അവലും മലരും ശർക്കരയും ചെറുതായി അരിഞ്ഞ വാഴപ്പഴവും അതിൻ്റെ കൂടെ വാഴക്കയുടെ ചെറിയൊരു കഷ്ണത്തിൽ കർപ്പൂരത്തിരികളും കത്തിച്ചു വച്ചിരിക്കും. ദേവിക്ക് നിവേദ്യം അർപ്പിച്ചതിന് ശേഷം അക്ഷരപഠനം പൂർത്തിയാക്കിയ കുട്ടിയെ ആശാട്ടി അനുഗ്രഹിക്കുന്നു. പിന്നീട് അവലും മലരും ശർക്കരയും പഴവുമെല്ലാം മറ്റു കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നു. എൻ്റെ ഓർമ്മയിൽ ആ ദൃശ്യങ്ങൾ ഇന്നും നിറം മങ്ങാതെ നിൽക്കുന്നു. നിവേദ്യത്തട്ടും കത്തിച്ചു വെച്ച കർപ്പൂരത്തിരിയും, ആ കർപ്പൂരത്തിരിയുടെ സുഗന്ധം ഇപ്പോഴും എന്നിൽ നിറയുന്നു. അതോടൊപ്പം യാത്ര പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ച ആശാട്ടിയെയും, ആശാട്ടിക്ക് ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. ആ സുഗന്ധവും ഈ നിമിഷത്തിലും ഞാൻ അനുഭവിക്കുന്നു. ആശാട്ടിയുടെ പള്ളിക്കൂടത്തിൽ നിന്നും യാത്ര പറഞ്ഞു പോയത് കാവിൽ സെൻറ് മൈക്കിൾസ് സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്നതിനായിരുന്നു. എൻ്റെ ഇച്ഛാച്ചനാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. ആ കഥകളൊക്കെ പിന്നീടുള്ള അധ്യായങ്ങളിൽ പറയാം. എന്നാൽ ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ കുറച്ച് ഓർമ്മകളുണ്ട്, അതുകൂടി പറയട്ടെ. കൂട്ടുകാർ ഒരുപാടുണ്ടായിരുന്നെങ്കിലും എൻ്റെ കളിക്കൂട്ടുകാരി രമയായിരുന്നു. രമയും ഞാനും കൂടി ചെയ്തിട്ടുള്ള കുസൃതി പ്രവൃത്തികൾ പറഞ്ഞാലും തീരാത്തതാണ്. ആശാട്ടിയുടെ പള്ളിക്കൂടത്തിൽ എത്തുന്നതിന് മുൻപ് 2 കാടുകൾ ഉണ്ടായിരുന്നതായി പറഞ്ഞല്ലോ. വലിയ കാടുകളാണ്. അതിൽ ആദ്യത്തെ കാടിൻ്റെ മുന്നിലൂടെ പോകുവാൻ ഭയമായിരുന്നു. ഒറ്റയ്ക്ക് ഞങ്ങൾ കുട്ടികൾ പോകാറില്ലായിരുന്നു. എന്തൊരു നിശബ്ദത! അതോടൊപ്പം തന്നെ ചില കൂവലുകളും മൂളലുകളും ശബ്ദങ്ങളും. എന്നാൽ ഞാനും രമയും പലവട്ടം കാടിനുള്ളിലേക്ക് പോയിരുന്നു. അതെന്തിനാണെന്നറിയാമോ? ആശാട്ടിക്ക് പാളക്കടുപ്പ് കൊണ്ടു കൊടുക്കുന്നതിനായിരുന്നു. എന്താണ് പാളക്കടുപ്പെന്നറിയുമോ? ആശാട്ടിയുടെ കയ്യിലെ വടി, അതായത് കമ്പ്, അതാണ് പാളക്കടുപ്പ്. കാടിനുള്ളിലെ കുറ്റിച്ചെടിയുടെ കമ്പാണ് പാളക്കടുപ്പ്. തേയിലച്ചെടിയില്ലേ കുറ്റിയായിട്ടുള്ള, അതിൻ്റെ കമ്പ് പോലെ. ഈ കമ്പ് കൊണ്ടാണ് വികൃതി കാണിക്കുന്നവരെ ആശാട്ടി ചെറുതായിട്ട് ഒന്ന് തല്ലുന്നത്. അതുകൊണ്ട് പലപ്പോഴും ആശാട്ടിയുടെ പാളക്കടുപ്പ് ഒടിഞ്ഞു പോകും. ഈ പാളക്കടുപ്പ് കൊണ്ട് കൊടുക്കുവാനും ആശാട്ടിയുടെ സ്നേഹം പിടിച്ചു പറ്റുവാനും കാട്ടിനുള്ളിലൂടെ ഞങ്ങൾക്ക് പോകുവാനുള്ള ഒരു അവസരമായിരുന്നു പാളക്കടുപ്പ് തേടിയുള്ള എൻ്റെയും രമയുടെയും പോക്ക്. എന്നാൽ കാടിനുള്ളിൽ പോയി ഞങ്ങൾ പാളക്കടുപ്പ് കൊണ്ടുവരുന്നത് ആശാട്ടിക്ക് അറിയില്ലായിരുന്നു. രമയുടെ ജ്യേഷ്ഠന്മാരാരോ ആണ് പാളക്കടുപ്പ് തന്നു വിടുന്നതെന്നാണ് ആശാട്ടി വിചാരിച്ചിരുന്നത്. കാടിൻ്റെ വന്യതയും നിശബ്ദതയും ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്നതേയില്ല. കാടിനുള്ളിലെ വിവിധ തരം ചെടികളും പൂക്കളും അതുപോലെ തന്നെ കാട്ടുവള്ളികളും. ഈ കാട്ടുവള്ളി, പ്രത്യേകിച്ച് ഓടത്തിൻകാലുണ്ടാകുന്ന കട്ടിയുള്ള വടം പോലെയുള്ള വള്ളിയുണ്ട്. ആ വള്ളിയിലിരുന്ന് ഊഞ്ഞാലാടിയും ഓടത്തിൻകാ പറിച്ച്, പവിഴത്തിൻ്റെ നിറമാണ് ഓടത്തിൻകായ്ക്ക്. ഓടത്തിൻ്റെ കാ കൊണ്ട്, അതായത് അതിൻ്റെ കാമ്പ് കൊണ്ട് എണ്ണ ഉണ്ടാക്കുമായിരുന്നു. ഓടത്തെണ്ണ എന്ന് പറയും. അത് വിളക്ക് കത്തിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ കാമ്പ് മാറ്റി ഈ പവിഴം നിറമുള്ള തൊലിയെടുത്ത് നെറ്റിയിൽ പൊട്ടിച്ച് ശബ്ദം കേൾപ്പിക്കുമായിരുന്നു. കാടിനുള്ളിൽ നിറയെ പാളക്കടുപ്പിൻ്റെ ചെടികളുണ്ടായിരുന്നു. കമ്പുകൾ ശേഖരിക്കുക മാത്രമായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. പാളക്കടുപ്പിൻ്റെ ഒരുതരം പൂവുണ്ട്, പുകയില പോലെ ഇരിക്കുന്ന ഒരുതരം പൂവ്. അങ്ങനെ എനിക്കതിനെക്കുറിച്ച് പറയാനറിയും. അത് ആര് പറഞ്ഞു, എങ്ങനെ അറിഞ്ഞു എന്നൊന്നും അറിയില്ല. ഇത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ കയ്യിലെടുത്ത് തിന്നു നോക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഒരു രുചിയുമില്ലായിരുന്നു. പക്ഷേ എന്തോ ഞങ്ങൾക്കത് ഇഷ്ടമായിരുന്നു. ചിലപ്പോഴൊക്കെ രമ ചെറിയ കടലാസ് പൊതിയിൽ പഞ്ചസാര കൊണ്ടുവരും. പൂവും പഞ്ചസാരയും ചേർത്ത് ഞങ്ങൾ കഴിക്കുമായിരുന്നു. ഇനിയുള്ള യാത്ര കാവൽ സ്കൂളിലേക്കാണ്. അടുത്ത അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയാം. വീണ്ടും കാണാം. നന്ദി, സ്നേഹം.